ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണക്കിന് പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ കുളങ്ങളിൽ ചിലർ മുങ്ങി പരിശീലിക്കുന്നുണ്ട്. ബീഹാർ തിരഞ്ഞെടുപ്പിൽ മുങ്ങി താഴാനുള്ള പരിശീലനമാണ് നടത്തുന്നത്. പേരെടുത്തു പറയാതെയാണ് രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാർ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രചരണ വേളയിൽ മീൻ പിടിക്കാൻ കുളത്തിലേക്ക് എടുത്തു ചാടും. ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചിത്രങ്ങളടക്കം വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പരിഹാസങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീതാമാഠയിൽ പൊതു റാലിയെ അഭിസംബോധന ചെയ്യവേ കടുത്ത പരിഹാസ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു: ചില വലിയ ആളുകൾ ഇപ്പോൾ ബീഹാറിൽ വന്ന് മീൻ പിടിക്കാൻ ചാടുകയാണ് എന്ന് രാഹുലിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. വലിയ ആളുകൾ പോലും ഇവിടുത്തെ മത്സ്യം കാണാൻ വരുന്നു, വെള്ളത്തിൽ മുങ്ങുന്നു, ബീഹാർ തിരഞ്ഞെടുപ്പിൽ മുങ്ങിത്താഴാൻ പരിശീലിക്കുകയാണ്. ഇത്തരത്തിലാണ് പ്രധാനമന്ത്രി വാക്കുകൾ ഉപയോഗിച്ചത്. ഈ ആഴ്ചയാകട്ടെ ആദ്യം ബീഹാറിലെ ബെഗുസാരയിൽ തന്നെ അവിടെ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടുത്തെ സമൂഹവുമായി തന്നെ സംവദിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഒരു കുളത്തിലേക്ക് ചാടുകയായിരുന്നു. ജില്ലയിൽ ഒരു റാലി അഭിസംബോധന ചെയ്ത ശേഷം സമീപത്തുള്ള ഒരു മീൻ വളർത്തൽ കുളത്തിലേക്ക് പോയ രാഹുൽ ആകട്ടെ തോണിയിൽ നിന്ന് തൊഴിലാളികൾക്കിടയിലേക്ക് ചാടി ഇറങ്ങുകയാണ് പിന്നീടുണ്ടായത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ മുൻ സംസ്ഥാന മന്ത്രി മുകേഷ് സാഹ്നിയുടെ അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു രാഹുൽ എത്തിയത്. അതുപോലെ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും മത്സ്യത്തൊഴിലാളികളും രാഹുൽ ഗാന്ധിയെ ആഴം കുറഞ്ഞ കുളത്തിൽ അനുഗമിക്കുകയാണ് ചെയ്തത്. ബീഹാറിലെ RJD നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനെതിരെ മോദി ആഞ്ഞടിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷം ജനങ്ങളുടെ ശിരസ്സുകൾക്ക് നേരെ നാടൻ തോക്ക് ചൂണ്ടി കൈകൾ ഉയർത്താൻ ആജ്ഞാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വലുതാകുമ്പോൾ അവിടെ തെരുവ് ഗുണ്ടയെ ആക്രമിക്കുമെന്ന RJD, അതായത് അവിടെ നിന്നുകൊണ്ട് ഇവർ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുമെന്ന RJD തങ്ങളുടെ പ്രചരണത്തിൽ അവിടെ കുട്ടികളോടടക്കം തന്നെ അവരെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കുന്നതായി താൻ കേട്ടുവെന്നും അത് കേട്ട് താൻ നടുങ്ങിപ്പോയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. നാടൻ തോക്കും ദുർഭരണവും ക്രൂരതയും അഴിമതിയും നിലനിൽക്കുന്ന ഒരു സർക്കാരിനെ ബീഹാറിന് തീർച്ചയായും ആവശ്യമില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ബീഹാറിൽ എവിടെ ചെന്നാലും തങ്ങൾക്ക് വീണ്ടും NDA സർക്കാർ വേണം എന്നതാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നൊരു ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ നവംബർ 11 നടക്കാനിരിക്കുന്ന ബീഹാറിലെ 2ാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. നവംബർ 6 നടന്ന ആദ്യഘട്ടത്തിൽ ഏകദേശം 64.69% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ വൻ വർധനവാകട്ടെ ബീഹാറിൽ ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ അനുകൂലമാണ് എന്ന് സൂചിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ BJP അടക്കം അതിൽ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.